السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. അല്ലാഹു വാനര ലോകങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു. مثل نوري كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب ذري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور. അവന്റെ പ്രകാശത്തിനുള്ള ഉദാഹരണം ഇപ്രകാരമത്രേ. ഒരു വിളക്കുമാടം, അതിൽ വിളക്ക് വെച്ചിരിക്കുന്നു. വിളക്ക് ഒരു സ്ഫടികക്കൂട്ടിലാണ്. സ്ഫടികക്കൂടോ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം പോലെയും. പാശ്ചാത്യമോ പൗരസ്ത്യമോ അല്ലാത്ത അനുഗ്രഹീതമായ ഒലിവ് മരത്തിൽ നിന്നുള്ള എണ്ണ കൊണ്ട് ആ വിളക്ക് കത്തിക്കപ്പെടുന്നു. അതിന്റെ ഒലിവെണ്ണ സ്വയം പ്രകാശിക്കുമാറാകുന്നു, തീ തൊട്ടില്ലെങ്കിൽ പോലും. ഈ വിധം പ്രകാശത്തിനു മേൽ പ്രകാശം തിന്നുന്നതിനുള്ള സകല ഉപാധികളും സമ്മേളിച്ചിരിക്കുന്നു. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ തന്റെ പ്രകാശത്തിലേക്ക് മാർഗദർശനം ചെയ്യുന്നു. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്. അവൻ ഉദാഹരണങ്ങളുടെ ജനങ്ങളെ കാര്യം ഗ്രഹിപ്പിക്കുകയാണ്. വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. അവൻ സകല സംഗതികളും നന്നായി അറിയുന്നവനല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അൽ ഫായിസീന ബിർളല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല
ഇന്നനീ മിനൽ മുസ്ലിമീൻ. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമലൈക്കും. സർവേശ്വരനായ ദൈവത്തിൽ നിന്നുള്ള സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ. ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി ഒരു ലോക ഭൂപടത്തിൻ്റെ ചിത്രം ചെറിയ തുണ്ടുകളായി കീറിമുറിച്ചു. ഇത് കണ്ട ആ കുട്ടിയുടെ പിതാവ് ആ കുട്ടിയെ കഠിനമായ ഭാഷയിൽ ശാസിച്ചു. വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് നിലത്ത് കിടന്ന ആ ഭൂപടത്തിൻ്റെ ചെറിയ തുണ്ടുകൾ പെറുക്കിയെടുത്തുകൊണ്ട് ആ കുട്ടി മുറിയിൽ നിന്ന് പോയി. അല്പം കഴിഞ്ഞു പിതാവ് ചെന്ന് നോക്കിയപ്പോൾ ആ ഭൂപടത്തിൻ്റെ ചെറിയ തുണ്ടുകൾ മനോഹരമായി കൃത്യമായി ആ സ്ഥാനത്ത് തന്നെ ആ കൊച്ചുകുട്ടി ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അത്ഭുതത്തോടെ പിതാവ് ചോദിച്ചു, മോനെ, എങ്ങനെ സാധിച്ചു നിനക്കിതെന്ന്? ആ കുട്ടി പറഞ്ഞു, ആ ലോക ഭൂപടത്തിൻ്റെ പിന്നിൽ ഒരു മനുഷ്യൻ്റെ ചിത്രമുണ്ടായിരുന്നു. ആ മനുഷ്യനെ ഞാൻ നേരെയാക്കി. അപ്പോൾ ലോകം നേരെയായി. അറിയാതെയാണെങ്കിലും ആ കുഞ്ഞു നാവ് വലിയൊരു സത്യമാണ് നമ്മെ ബോധ്യപ്പെടുത്തിയത്. മനുഷ്യൻ നന്നായാൽ ലോകം നന്നാകും. ജീവിതത്തിൻ്റെ മേൽ നിയന്ത്രണമുള്ള, വികാരങ്ങൾക്ക് കടിഞ്ഞാണിടുവാൻ സാധിക്കുന്ന, ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥ ബോധമുള്ള, സത്യം മനസ്സിലാക്കുകയും സത്യം ഉൾക്കൊള്ളുകയും സത്യം പ്രബോധനം ചെയ്യുകയും സത്യത്തിനു വേണ്ടി മരിക്കുവാനും തയ്യാറുള്ള യഥാർത്ഥ മനുഷ്യരെ വാർത്തെടുക്കുക എന്നതാണ് ഈശ്വര വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും വക്താക്കളായി തീരേണ്ട വിവിധ മതങ്ങളുടെ അനുയായികളെന്ന് പറയുന്നവർ തന്നെയാണ് അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിത്തുകൾ പാകുക മാത്രമല്ല വിളവെടുക്കുകയും ചെയ്യുന്നത്. മതസംഘടനകളിൽ വധിക്കപ്പെട്ടവരുടെ രക്തം കൊണ്ടും അനാഥകളും വിധവകളുമാക്കപ്പെട്ടവരുടെ കണ്ണുനീരുകൊണ്ടും ഭൂമി നിരന്തരം നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഗീയ കലാപങ്ങളിൽ അനാഥകളാക്കപ്പെട്ട പിഞ്ചു പൈതങ്ങളെ നമ്മുടെ മുന്നിൽ നിരത്തി നിർത്തിക്കൊണ്ട് ആ കുഞ്ഞു മുഖങ്ങളിലേക്ക് നോക്കിയാൽ ആരാണ് മുസ്ലിം, ആരാണ് ക്രിസ്ത്യാനി, ആരാണ് ഹിന്ദു എന്ന് പറയുക സാധ്യമല്ല. എന്നാൽ മതങ്ങൾക്കതീതമായി ആ കുഞ്ഞു മുഖങ്ങളിൽ പലതും പ്രതിഫലിക്കുന്നത് കാണാം. സ്വന്തം കൺമുൻപിൽ വെച്ച് പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും മതഭ്രാന്തന്മാർ ക്രൂരമായി വധിക്കുന്നത് കാണേണ്ടി വന്ന ദുഃഖം ആ മുഖങ്ങളിൽ കാണാം. സ്നേഹിച്ച് മതിവരാത്ത സഹോദരിയെയും ലാളിച്ചു വളർത്തിയ മാതാവിനെയും മതഭ്രാന്തന്മാർ കൺമുൻപിലിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നത് കാണേണ്ടി വന്ന വേദന ആ മുഖങ്ങളിൽ കാണാം. അവരുടെ ഹൃദയമിടിപ്പുകൾ ശ്രദ്ധിച്ചാൽ ഏകാന്തതയുടെയും വേദനയുടെയും 1000 കഥകൾ അവ പാടിത്തരും. പൊളിക്കപ്പെട്ട പള്ളികൾ നമ്മളാൽ പുനർനിർമ്മിക്കുവാൻ സാധിക്കും. എന്നാൽ ആ പിഞ്ചു പൈതങ്ങൾക്ക് നഷ്ടപ്പെട്ട മാതാവിനെയും പിതാവിനെയും തിരിച്ചു കൊടുക്കുവാൻ നമ്മളാൽ സാധ്യമല്ല. തകർക്കപ്പെട്ട അമ്പലങ്ങൾ പടുത്തുയർത്തുവാൻ നമ്മളാൽ സാധിക്കും. എന്നാൽ ആ പിഞ്ചു പൈതങ്ങൾക്ക് നഷ്ടപ്പെട്ട മാതാവിൻ്റെ സ്നേഹത്തിനും പിതാവിൻ്റെ സംരക്ഷണത്തിനും പകരം വെക്കുവാൻ നമ്മളാൽ സാധ്യമല്ല. ചാമ്പലാക്കപ്പെട്ട ദേവാലയങ്ങൾ പടുത്തുയർത്തുവാൻ നമ്മളാൽ സാധിക്കും. എന്നാൽ ആ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ട സന്തോഷത്തിൻ്റെ ദിനങ്ങൾ തിരിച്ചു കൊടുക്കുവാൻ നമ്മളാൽ സാധ്യമല്ല. ആ കുഞ്ഞു മുഖങ്ങൾക്ക് പകരം എൻ്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെ മുഖങ്ങളൊന്ന് പ്രതിഷ്ഠിച്ചു നോക്കൂ. അപ്പോഴേ ആ കുഞ്ഞു കണ്ണുകൾ കണ്ട ഭയാനകമായ ദൃശ്യവും ആ കുഞ്ഞു ഹൃദയങ്ങൾ അനുഭവിച്ച വേദനയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏകാന്തതയും നമ്മളാൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ ആത്മാർത്ഥതയോടുകൂടിയും ഹൃദയത്തിൻ്റെ അഗാധതകളിൽ നിന്ന് ഞാൻ പറയുന്നു, ഒരു തെറ്റും ചെയ്യാതെ ബാല്യം ഹോമിക്കപ്പെടേണ്ടി വന്ന പിഞ്ചു പൈതങ്ങളുടെ പേരിൽ, സന്താനങ്ങളെ ഓർത്ത് നീറുന്ന മാതാക്കളുടെ കണ്ണുകളിൽ നിന്ന് ഇറ്റി വീഴുന്ന കണ്ണുനീരിന്റെ പേരിൽ, മക്കൾ നഷ്ടപ്പെട്ട് നിരാലംബരായി തീർന്ന വയോവൃദ്ധരുടെ പ്രാർത്ഥനകളുടെ പേരിൽ, ഏകാന്തതയുടെ ശയ്യയിൽ ദീർഘനിശ്വാസങ്ങളുമായി കഴിയുന്ന വിധവകളുടെ പേരിൽ നമുക്ക് പരസ്പരം മനസ്സിലാക്കാം. മതം വ്യക്തിപരമായതും
നമ്മുടെ ഹൃദയാന്തരാളത്തിലെ ചെപ്പിനുള്ളിൽ പരമരഹസ്യമായി സൂക്ഷിക്കേണ്ടതാണെന്ന വിശ്വാസം പ്രബലമാണ്. എന്നാൽ നമുക്ക് ഭക്ഷണം നൽകുന്ന മണ്ണ്, പാനജലം ഒരുക്കുന്ന അരുവി, ശ്വസിക്കുന്ന വായുവെല്ലാം ഒന്നാണ്. നാം പരസ്പരം വെറുക്കുന്നു, കാരണം നാം പരസ്പരം ഭയപ്പെടുന്നു. നാം